ഹായ് ഹലോ, ഞാനിന്നൊരു അവിയലാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി അതിൻ്റെ കഷ്ണങ്ങൾ വെള്ളരിക്ക, ചേന, കയ്പ്പക്ക, ക്യാരറ്റ്, കായ, മുരിങ്ങാക്കായ, പിന്നെ ഒരു 2 പച്ചമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം കാമ്പ്. ഇത്രയും കഷ്ണങ്ങൾ നീളത്തിൽ മുറിച്ചിട്ട് ഒരു നല്ല അടികട്ടിയുള്ള പാത്രത്തിലിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മുളക് പൊടി, ഉപ്പും പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സാക്കിയിട്ട് അതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അത് വേവാൻ വേണ്ടി അവിടെ വെച്ചതിന് ശേഷം ഒരു മിക്സീൻ്റെ ജാറെടുത്തിട്ട് അതിൽ 2 സ്പൂണ് തേങ്ങയും 1/2 സ്പൂണ് ചെറിയ ജീരകവും കൂടെ ഇട്ടിട്ട് തൈര് ഒഴിച്ച് അതൊന്ന് അരച്ചെടുക്കുക. അത് നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് പിന്നെ ഒരു 4 സ്പൂണ് തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കുറച്ച് തൈര് ഒഴിച്ച് അതൊന്ന് ഒതുക്കിയെടുക്കുക. തേങ്ങ അധികം മുതിയണ്ട, ജീരകം നല്ലോണം മുതിയാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം ഒന്ന് അരച്ചെടുത്തത്. അതിന് ശേഷം നമ്മളെ കഷ്ണങ്ങൾ വെന്ത് വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം അതിൻ്റെ അകത്ത് നമ്മൾ അരപ്പും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കുക. വെള്ളം കംപ്ലീറ്റ് വറ്റണം, അതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടാവാൻ പാടില്ല. തേങ്ങ അരക്കുമ്പോൾ നിങ്ങളതുപോലെ തൈര് ചേർത്തിട്ട് തന്നെ അരക്കണം, വെള്ളം ഒഴിച്ച് തേങ്ങ അരക്കാൻ പാടില്ല. അത് പിന്നെ അരപ്പും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നല്ല ഇളക്കിയിട്ട് കറക്റ്റ് പുളിയുണ്ടോ, ഉപ്പ് വേണമെങ്കിൽ ഉപ്പും ചേർത്ത്, ആവശ്യത്തിന് പുളി കുറവാണെങ്കിൽ നമുക്ക് തൈര് പിന്നെ കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ തേങ്ങയിൽ നമ്മൾ ഓൾറെഡി തൈര് കൂട്ടി അരച്ചത് കൊണ്ട് ചിലപ്പോൾ അതിൻ്റെ പുളി തന്നെ മതിയാവും. എപ്പോൾ നിങ്ങൾ അവിയൽ ഉണ്ടാക്കുമ്പോൾ പുളി കുറഞ്ഞ തൈര് തന്നെ ഉപയോഗിക്കണം. പുളി കൂടിയ തൈര് ഉപയോഗിച്ചാൽ അവിയൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതിനുശേഷം അതിൻ്റെ അകത്ത് കുറച്ച് പച്ചക്കറിവേപ്പിലയും ചതച്ചിട്ട്, എൻ്റേത് പുളി കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ തൈര് ചേർത്തതാണ്. എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സാക്കി ഉപ്പും എല്ലാം കറക്റ്റ് ആയതിന് ശേഷം പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് കുറച്ച് വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ മേലെ കൂടെ ഒഴിച്ചാൽ നമ്മൾ അവിയൽ റെഡിയായി. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ഞാനിപ്പോൾ അവിയൽ ഉണ്ടാക്കൽ. ഇതുപോലെ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്ക്, നല്ല ടേസ്റ്റാണ്. കഷ്ണങ്ങൾ അധികം ഇളക്കി ഇങ്ങനെ ഉടഞ്ഞു പോകാൻ പാടില്ല. നമുക്ക് കഷ്ണങ്ങൾ അതുപോലെ ഇങ്ങനെ വേറെ വേറെ നിൽക്കണം. അതുകൊണ്ട് ഇളക്കി ഇങ്ങനെ കുത്തി ഇളക്കാൻ പാടില്ല. ഇളക്കുമ്പോൾ നിങ്ങൾ സ്പൂണ് വെച്ച് ഇങ്ങനെ ചെറിയ രീതിയിൽ ഇളക്കാൻ പാടില്ല. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കേ.